പൊന്നാനിയെ ആത്മീയ ഭൗതിക സമന്വയ വിദ്യാഭ്യാസത്തിന്റെ കേന്ദ്രമാക്കണമെന്ന് സി മുഹമ്മദ് ഫൈസി. വർഷം തോറും നടത്തിവരാറുള്ള അംബിയ മുർസലീങ്ങളുടെ ആണ്ടുനേർച്ച പൊന്നാനി മസ്ജിദ് മുസമ്മിൽ ഇജാബയിൽ നടന്നു. ആണ്ടുനേർച്ചയോടനുബന്ധിച്ച് നടന്ന ആത്മീയ സാംസ്കാരിക സമ്മേളനം സി മുഹമ്മദ് ഫൈസി ഉദ്ഘാടനം ചെയ്തു. അംബിയ മുർസലുകൾ നന്മയുടെയും പാവപ്പെട്ടവരോടുള്ള അനുകമ്പയുടെയും മാതൃകയാണ് നമുക്ക് കാണിച്ചു തന്നത്. അതിനാൽ നാം പാവപ്പെട്ടവർക്ക് സംരക്ഷണവും വിദ്യാഭ്യാസവും നൽകാൻ ആവശ്യമായ പ്രവർത്തനങ്ങളിൽ വ്യാപൃതരാവണമെന്ന് അദ്ദേഹം പറഞ്ഞു. നിർധനരായവരെ ചേർത്ത് പിടിക്കാൻ ആവശ്യമായ പദ്ധതികൾ ആവിഷ്കരിക്കുകയും വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ സ്ഥാപിക്കുകയും ചെയ്യുന്നത് അതിനുള്ള മാർഗങ്ങളാണെന്ന് അദ്ദേഹം പറഞ്ഞു. കെ മുഹമ്മദ് കാസിംഗോയ അധ്യക്ഷത വഹിച്ചു. പരിപാടിയോടനുബന്ധിച്ച് 3000-ഓളം കുടുംബങ്ങൾക്ക് ഭക്ഷ്യക്കിറ്റ് വിതരണവും അന്നദാനവും നടത്തി. കെ മുഹമ്മദ് കാസിംഗോയ രചിച്ച മലബാറിലെ മക്ക പൊന്നാനി മക്ബറകളുടെ നാട് എന്ന പുസ്തകം പ്രകാശനം ചെയ്തു. ഹബീബ് തുറാബ് തങ്ങൾ അസക്കാഫി, സീദിക്കോയ തങ്ങൾ നീറ്റിക്കൽ, സി ഹരിദാസ്, വഖഫ് ബോർഡ് മുൻ ചെയർമാൻ അഡ്വക്കേറ്റ് MK സക്കീർ, MP മുത്തുക്കോയ തങ്ങൾ, സഹൽ ബാഫയ്ക്ക് തങ്ങൾ, PV അയ്യൂബ്, അബ്ദുല്ല ബാക്കവി ഈയാട്, മുസ്തഫ കാമിൽ സക്കാഫി ചെറുതുരുത്തി, TK അഷ്റഫ്, TV അബ്ദുറഹിമാൻ കുട്ടി മാസ്റ്റർ, A പവിത്രകുമാർ, അബ്ദുൽ ലത്തീഫ്, യഹിയ നയീമി, റഫീഖ് തറയിൽ, സയ്യിദ് അമീൻ തങ്ങൾ, പട്ടാമ്പി മോഹനൻ, ഡോക്ടർ ഉസ്താദ് കോയ കാപ്പാട് എന്നിവർ സംബന്ധിച്ചു. മതസൗഹാർദ്ദത്തിൻ്റെ ഒരന്തരീക്ഷം ഉണ്ടാക്കിയെടുക്കുന്ന അച്ചടക്കവും അനുസരണവുമുള്ള ഒരു പൗരാവലിയെ രൂപപ്പെടുത്തുന്നതിനുള്ള ഒരു വലിയ മാർഗമായി ഇത് ഇനിയും എത്രയോ കാലം ഇവിടെ നിലനിൽക്കണം എന്ന പ്രാർത്ഥനയും നമ്മുടെ മനസ്സ് ക്ലിയറാവാൻ അംബിയ മുർസലീങ്ങളുടെ വഴിയിൽ ജീവിച്ച് അവസാനം കാമില ഈമാനോടുകൂടി മൗത്താകണം എന്ന ആ ഒരു വിചാരത്തോടുകൂടി നമ്മളെ ഉള്ളും പുറവും നന്നാകണമെന്ന ആഗ്രഹത്തോടുകൂടി ഒരാളെയും കുറ്റമോ ആക്ഷേപമോ പറയാത്ത, നാവ് കൊണ്ട് നല്ലത് മാത്രം പറയുന്ന, നല്ലത് മാത്രം ചിന്തിക്കുന്ന ഒരു മനസ്സ് ഉണ്ടായിക്കിട്ടാൻ വേണ്ടി നമ്മളെല്ലാവരും ദുആഇന് ആമീൻ പറയുക. കാസിംഗോയ ഉസ്താദിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായി നടന്നു വരുന്ന ഈ പരിപാടി ഓരോ വർഷം കൂടുന്തോറും കൂടുതൽ നമ്മൾ മനുഷ്യരെ ചേർത്ത് പിടിക്കണം എന്ന സന്ദേശം നൽകുന്നതിന് കഴിയുന്നുണ്ട് എന്നത് ഞാൻ മനസ്സിലാക്കുന്നു. ആ മനുഷ്യസ്നേഹം അതിൽ ഇപ്പോൾ നമ്മൾ കിറ്റ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ സാമ്പത്തികമായി പ്രമാണിമാരായ ആൾക്കാർക്ക് നമ്മൾ കിറ്റ് കൊടുക്കേണ്ടതില്ല. നമുക്ക് സാധാരണക്കാരനായ മനുഷ്യനാണല്ലോ ഈ വിശപ്പും പ്രയാസവും ജീവിത പ്രയാസങ്ങളും ഒക്കെ അനുഭവിക്കുന്ന ആൾക്കാരാണല്ലോ കിറ്റ് വാങ്ങാൻ വരിക സ്വാഭാവികമായിട്ട്. അതുതന്നെ വലിയ മനുഷ്യസ്നേഹപരമായിട്ടുള്ള ഒരു കാര്യമാണ്. നമുക്കിത് അത് 3000-ഓളം പേർക്ക് ഇവിടെ കൊടുക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ അത്തരം രൂപത്തിലേക്കുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന എൻ്റെ ഒരു ആത്മസുഹൃത്തു കൂടിയായിട്ടുള്ള വർഷങ്ങളായിട്ടുള്ള ദശകങ്ങളായിട്ടുള്ള ബന്ധപ്പെട്ട് നിൽക്കുന്ന കാസിംഗോയ ഉസ്താദിൻ്റെ നേതൃത്വത്തിലുള്ള ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. ഈ മഹത്തായ പരിപാടി കൊല്ലങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്നതാണ്. തീർച്ചയായിട്ടും ഇനിയുള്ള കാലഘട്ടങ്ങളിലും ഇതിലും ഭംഗി നടത്താൻ നമ്മുടെ ഉസ്താദ് കാസിംഗോയക്ക് സാധിക്കട്ടെ. നമുക്കറിയാം പല പുസ്തക പ്രകാശനങ്ങളും ദിവസം തോറും നടക്കാറുണ്ട് നമ്മുടെ നാട്ടിൽ. അതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു പുസ്തക പ്രകാശനം ഇന്ന് ഇവിടെ നടന്നിട്ടുള്ളത്. തീർച്ചയായും പൊന്നാനിയുടെ പാരമ്പര്യവും മഹത്വവും നിലനിർത്തിക്കൊണ്ട് തന്നെ ഈ പുസ്തകം ഇവിടെ പ്രകാശനം ചെയ്തു. അത് ഏറ്റുവാങ്ങാനുള്ള ഒരു ഭാഗ്യം എനിക്കുണ്ടായി.